This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഇൻ സ്മാർട്ട് ടെലിവിഷൻ. യുവാക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾക്ക് എക്കോ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് സമ്മാനിച്ചു. ഇന്നത്തെ നമ്മുടെ കുട്ടികളും യുവാക്കളുമാണ് നാളത്തെ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യത്തെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആകൃഷ്ടരായി നമ്മുടെ യുവാക്കൾ പോകുമ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും നിയന്ത്രിക്കാനാവാതെ അവർ കൈവിട്ടു പോയെന്ന് വരാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഏതാനും മനുഷ്യസ്നേഹികൾ ഊർജ്ജസ്വലരായ യുവാക്കളെ കൈപിടിച്ചുയർത്തുവാൻ അവരെ ഏകോപിപ്പിച്ച് അവരുടെ സമയവും ശ്രദ്ധയും സ്പോർട്സ് മേഖലയിലേക്ക് തിരിച്ച് പരിശീലനം നൽകുവാൻ മുന്നിട്ടിറങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ ആരും അത് അധികം ശ്രദ്ധിക്കാതെ പോയ സംഗതികളാകാം. ഇത്തരുണത്തിലാണ് സാമൂഹിക സേവനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ലോങ് ഐലൻഡിലെ എക്കോ എന്ന സാമൂഹിക സംഘടന യുവാക്കളുടെ ഉന്നമനത്തിന് ശ്രദ്ധ ചെലുത്തിയ ഏതാനും മനുഷ്യസ്നേഹികളെ കണ്ടുപിടിച്ച് എക്കോയുടെ 4ാമത് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നൽകി ആദരിച്ചത്. സ്പോർട്സ് ഉന്നമനത്തിനായി ലോങ് ഐലൻഡിൽ പ്രവർത്തിക്കുന്ന ന്യൂയോർക്ക് മലയാളി സ്പോർട്സ് ക്ലബ് സാരഥികളായ സജി തോമസ് പ്രസിഡന്റ്, സക്കറിയ മത്തായി സെക്രട്ടറി, മാത്യു ചേരവള്ളിൽ ട്രഷറർ, ചാക്കോ എം ഈപ്പൻ വൈസ് പ്രസിഡന്റ്, ഡോക്ടർ മാത്യു ജേക്കബ് ഫൗണ്ടർ മെമ്പർ, ജസ്റ്റിൻ ജോൺ സോക്കർ കോർഡിനേറ്റർ, വർഗീസ് ജോൺ CPA ഫിനാൻസ് കോർഡിനേറ്റർ, ബിജു കാവനാൽ ടീം ലീഡർ, ബിജു ചാക്കോ ഓഡിറ്റർ എന്നീ നേതൃത്വ നിരയെ അണിനിരത്തി ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നൽകി ആദരിച്ചു. $2500 ക്യാഷ് അവാർഡും പ്രശംസാ ഫലകവുമാണ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡിനായി നൽകിയത്. എക്കോ ചെയർമാൻ ഡോക്ടർ തോമസ് മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ സാബു ലൂക്കോ, സീനിയർ അസോസിയേറ്റ് ഡയറക്ടർ തോമസ് M ജോർജ്, ക്യാപിറ്റൽ റിസോഴ്സ് ഡയറക്ടർ TR ജോയ് എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് പ്രശംസാ ഫലകം സമ്മാനിച്ചത്. പ്രോഗ്രാം ഡയറക്ടർ സാബു ലൂക്കോസും സഹധർമ്മിണി ജയ സാബുവും ചേർന്നാണ് അവാർഡ് സ്പോൺസർ ചെയ്ത ക്യാഷ് അവാർഡ് സമ്മാനിച്ചത്. പ്രൗഢഗംഭീരമായ എക്കോയുടെ 11ാമത് വാർഷിക ഡിന്നർ യോഗത്തിലാണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഡിന്നർ യോഗത്തിൽ US സ്റ്റേറ്റ് കോൺഗ്രസ്മാൻ ആദരണീയനായ ടോം നിസ്വാസിയായിരുന്നു മുഖ്യാതിഥി. നോർത്ത് ഹെപ്സ്റ്റാഡ് ടൗൺ സൂപ്പർവൈസർ ജെന്നിഫർ ഡിസേന, ടൗൺ ക്ലർക്ക് രാഗിണി ശ്രീവാസ്തവ, മുൻ സ്റ്റേറ്റ് സെനറ്റർ കെവിൻ തോമസ്, എപ്പിസ്കോപ്പൽ ചർച്ച് അഭിവദ്യ ബിഷപ്പ് ജോൺ C.E.T തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ അതിഥികളായിരുന്നു. എക്കോയുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ കഴിഞ്ഞ 11 വർഷത്തിന്റെ നാൾവഴികൾ വീഡിയോ പ്രദർശനമായി ചടങ്ങിൽ അവതരിപ്പിച്ചു. എക്കോയുടെ താക്കോൽ പ്രൊജക്റ്റായ സീനിയർ വെൽനസ് അംഗങ്ങളുടെ മനോഹരമായ ക്രിസ്മസ് ഗാനങ്ങൾ യോഗത്തിന് കൊഴുപ്പേകി. 1984 ലോങ് ഐലൻഡിൽ ക്യൂൻസ് ഭാഗത്തിലുള്ള സ്പോർട്സ് പ്രേമികൾ ഒത്തൊരുമിച്ച് കായിക വിനോദത്തിനും കളികളുടെ ഉന്നമനത്തിനുമായി രൂപീകരിച്ചതാണ് ന്യൂയോർക്ക് മലയാളി സ്പോർട്സ് ക്ലബ്. അതിലൂടെ ധാരാളം യുവാക്കളെ ഇതിനോടകം സോക്കർ കളിക്കാരും ക്രിക്കറ്റ് കളിക്കാരും ബാഡ്മിന്റൺ, വോളിബോൾ കളിക്കാരും മാറ്റുകയും അവരെ ജീവിത വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് മേഖലയിലേക്ക് യുവാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് അവരുടെ ആരോഗ്യ വികസനത്തിനും വ്യക്തിത്വ വികസനത്തിനും ടീം പ്രവർത്തനത്തിനും അതിലൂടെ സമൂഹത്തിലെ അംഗീകാരത്തിനും അവസരമൊരുക്കി അവർക്ക് ജീവിത വിജയം കൈവരിക്കുന്നതിന് സഹായകമാകും. അതിനുള്ള നല്ല കഠിനാധ്വാനവും സാമ്പത്തിക ചിലവും ആവശ്യമായി വരും. സ്പോർട്സ് കളിക്കുന്നതിനുള്ള നല്ല സ്റ്റേഡിയവും ഫീൽഡും സ്ഥിരമായി ലഭിക്കുന്നില്ല എന്നതാണ് അവർ നേരിടുന്ന ഒരു മുഖ്യ പ്രശ്നം. അതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകാറുണ്ട്. സ്പോർട്സ് ക്ലബിന്റെ സാരഥികളും മാതാപിതാക്കളും നൽകുന്ന സഹായത്താലും ചില സ്പോർട്സ് പ്രേമികളുടെ സ്പോൺസർഷിപ്പ് മൂലവുമാണ് ക്ലബിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഓരോ വിഭാഗത്തിലുമുള്ള സ്പോർട്സ് ടീം അംഗങ്ങളിൽ കൂടുതൽ പേരും വിദ്യാർത്ഥികളായതിനാൽ അവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് കൊണ്ടുപോകുക എന്നത് ചിലവേറിയ കാര്യമാണ്. എന്നാലും ഈ സ്പോർട്സ് ക്ലബ് സാരഥികൾ ഏതെങ്കിലും വിധേന പണം സ്വരൂപിച്ച് മിക്കവാറും എല്ലാ മത്സരങ്ങളിലേക്കും ടീമുകളെ എത്തിക്കുവാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ന്യൂയോർക്ക് മലയാളി സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സജി തോമസ് അവാർഡ് സ്വീകരിച്ചതിനു ശേഷം പറഞ്ഞു, ഇത്തരം പ്രോത്സാഹന അവാർഡുകൾ അവർക്ക് എപ്പോഴും പ്രചോദനമാകട്ടെ. യുവജനങ്ങളെ നല്ല രീതിയിലേക്ക് നയിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങൾ ഇനിയും കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. ഈ രീതിയിൽ നല്ലൊരു പുതുതലമുറയെ വാർത്തെടുക്കുവാൻ ഇതേപോലുള്ള സ്പോർട്സ് ക്ലബ്ബുകൾക്ക് സാധിക്കട്ടെ. എക്കോ പോലുള്ള സാമൂഹിക ചാരിറ്റി സംഘടനകൾക്ക് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കാം. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.